തിരുവനന്തപുരം നെടുമങ്ങാട് വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച മുസ്ലിം ലീഗിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകിയത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് കണിയാപുരം ഹലീം മെമ്പർഷിപ്പും പാർട്ടി പതാകയും നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്രിസ്തുമസിനായി സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം വൈദ്യുത ലൈനിലേക്ക് വീണ് കത്തി നശിച്ചു. പ്ലാസ്റ്റിക്കും തുണിയും ഉപയോഗിച്ച് നിർമ്മിച്ച നക്ഷത്രമാണ് കത്തി നശിച്ചത്. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തൃശൂരിലെ ഫിസിക്സ് അധ്യാപകരുടെ കൂട്ടായ്മയായ ആക്ടിന്റെ നേതൃത്വത്തിൽ +2-ന് 20 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് 2 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അടൂരിൽ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് പള്ളിക്കൽ പഞ്ചായത്ത് നിവാസി ചന്ദ്രമണിക്കും ചെറുമകൻ അഭിനന്ദിനും. വീടിന്റെ താക്കോൽ ദാനം നടൻ രഞ്ജിത് കുമാർ നിർവഹിച്ചു. തൃശൂർ കാരമുക്കിൽ ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യൂസ് മത്സരത്തിൽ 6 പഞ്ചായത്തുകളിൽ നിന്നായി 24 സ്കൂളുകൾ പങ്കെടുത്തു. അന്തിക്കാട് ഹൈസ്കൂൾ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. തൃശൂർ ചാലക്കുടി ദേശീയപാത നിർമ്മാണത്തിൽ NH അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ഉപവാസ സമരം നടത്തി. സമരം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കാടാമ്പുഴയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ 4ാമത് മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും. ഈ മാസം 3-നാണ് സമ്മേളനം. 17 മേഖലാ കമ്മിറ്റികളിൽ നിന്നായി 200 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൃശൂരിൽ 24 കേരള ബറ്റാലിയൻ NCCയുടെ ജലശേഖരണ സൈക്കിൾ റാലിക്ക് തുടക്കം. ജില്ലയിലെ വിവിധ പുഴകളിൽ നിന്നും ശേഖരിക്കുന്ന ജലവും വഹിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ സൈക്കിൾ റാലി കേണൽ തോമസ് M തോമസ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. വിദ്യാനികേതൻ സംസ്ഥാന മാതൃഭാരതി സെക്രട്ടറി സൗമ്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു.